AD 1288 മംഗോളിയൻ സൈന്യത്തിന്റെ അധിനിവേശത്തോടെ സംഭവിച്ച അബ്ബാസി സാമ്രാജ്യത്തിന്റെ പതനം ഇസ്ലാമിക ചരിത്രത്തിലെ മാത്രമല്ല, ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും തലസ്ഥാനമായിരുന്ന ബാഗ്ദാദ് വെറും 12 ദിവസം കൊണ്ട് പൂർണ്ണമായി ചാരമായി മാറിയ ആ കറുത്ത അധ്യായത്തെ എങ്ങനെ വിലയിരുത്തിയാലും എങ്ങനെ വിവരിച്ചാലും അതൊരു ദുഃഖപര്യവസായിയായിട്ടുള്ള അന്ത്യമായി മാറും. ഹലാക്കു ഖാന്റെ കുതിരപ്പട ബാഗ്ദാദിന്റെ അതിർത്തിയിലെത്തുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അബ്ബാസി സാമ്രാജ്യം ഉള്ളിൽ നിന്ന് ദ്രവിച്ചു തുടങ്ങിയിരുന്നു. അവസാന കാലത്തെ ഖലീഫമാർ ആഡംബരങ്ങളിലും കൊട്ടാരക്കെട്ടുകളിലും മുഴുകിയാണ് ജീവിച്ചിരുന്നത്. ഭരണവും സൈന്യവും തുർക്കി വംശജരായ അടിമ സൈനികരെ ഉപയോഗിച്ച്, അഥവാ മംലൂക്ക് എന്നറിയപ്പെടുന്ന ഈ അടിമ സൈനികരെ ഉപയോഗിച്ച് അവർ തങ്ങളുടെ സുഖലോലിത ജീവിതത്തിൽ മുഴുകുകയാണ് ചെയ്തത്. ഭരണത്തിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുവാൻ താല്പര്യമില്ലാതെ അവർ തങ്ങളുടെ സുഖലോല ജീവിതം കൊട്ടാരക്കെട്ടുകളിൽക്കുള്ളിൽ തന്നെ ജീവിച്ചു തീർത്തു എന്നതാണ് ചരിത്രം. ഒപ്പം സ്പെയിൻ, ഈജിപ്ത്, പെർഷ്യ തുടങ്ങിയ ദൂരദേശങ്ങൾ നേരത്തെ തന്നെ അബ്ബാസി നിയന്ത്രണത്തിൽ നിന്നും മാറി സ്വതന്ത്ര ഭരണകൂടങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. ഖലീഫയുടെ അധികാരം ബാഗ്ദാദിലും പരിസര പ്രദേശങ്ങളിലും മാത്രമായിട്ട് ഇക്കാലത്ത് ചുരുങ്ങിപ്പോയി. അതവസരത്തിൽ ചെങ്കിസ് ഖാന്റെ ചെറുമകനായ ഹലാക്കു ഖാൻ പശ്ചിമേഷ്യ കീഴടക്കാനുള്ള ദൗത്യവുമായിട്ട് AD 1257 യാത്ര തിരിച്ചു. ബാഗ്ദാദിലെ അവസാനത്തെ അബ്ബാസി ഖലീഫായ അൽ മുസ്തഖ്സിം ബില്ലാഹി ഹലാക്കു ഖാൻ ഒരു കത്തയച്ചു. അതിൽ ഇപ്രകാരമാണ് പറഞ്ഞിരുന്നത്: നിങ്ങൾ കീഴടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ നഗരം ഇല്ലാതാകും. എന്നാൽ തന്റെ സൈന്യത്തിന്റെ ബലത്തിലും മുസ്ലിം ലോകം തങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന മിഥ്യാധാരണയിലും ഖലീഫ ആ മുന്നറിയിപ്പ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇത് മംഗോളിയന്മാരെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു. അപ്രകാരം AD 1258 ജനുവരി മധ്യത്തോടെ ചൈനീസ് എഞ്ചിനീയർമാരുടെ അത്യാധുനിക യുദ്ധോപകരണങ്ങളുമായിട്ട് മംഗോൾ സൈന്യം ബാഗ്ദാദിൽ വളർന്നു. തുടർന്നുണ്ടായ യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധതന്ത്രങ്ങളിൽ ഒന്നായി. ബാഗ്ദാദിന്റെ മതിൽക്കെട്ടുകൾ തകർക്കാൻ അവർ വലിയ കല്ലുകളെറിയുന്ന യന്ത്രങ്ങളും തീഗോളങ്ങളും ഉപയോഗിച്ചു. ദിവസങ്ങൾക്കകം ബാഗ്ദാദിന്റെ പ്രതിരോധ കോട്ടകൾ തകർന്നത്. ഫെബ്രുവരി 10 ഇനി രക്ഷയിലെന്ന് മനസ്സിലാക്കിയ ഖലീഫ അൽ മുസ്തഖ്സിം തന്റെ മന്ത്രിമാരോടൊപ്പം കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കടന്ന് ഹലാക്കു ഖാന് മുന്നിൽ കീഴടങ്ങി. കീഴടങ്ങിയ നഗരത്തിലേക്ക് ഫെബ്രുവരി 13 മംഗോൾ സൈന്യം കയറി. തുടർന്ന് നടന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു. സ്ത്രീകളും കുട്ടികളും പണ്ഡിതന്മാരും ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നഗരത്തിലെ തെരുവുകൾ ചോരയിച്ചു വന്നു. ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാന ശേഖരമായിരുന്ന ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന ലൈബ്രറി മംഗോളുകൾ തകർത്തു. നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചു വെച്ചിരുന്ന ലക്ഷക്കണക്കിന് അപൂർവ പുസ്തകങ്ങൾ അവർ ടൈഗ്രിസ് നദിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പുസ്തകങ്ങളുടെ മഷി കാരണം നദിയിലെ വെള്ളം കറുത്ത നിറത്തിലും പടയാളുകളുടെ ചോര കാരണം ചുവപ്പ് നിറത്തിലുമായിരുന്നു തുടർന്ന് ഒഴുകിയത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. രാജകീയ രക്തം മണ്ണിൽ വീഴുന്നത് അപശകുനമായി കണ്ടിരുന്ന മംഗോളുകൾ ഖലീഫയെ ഒരു വലിയ പർവ്വതാനിയിൽ പൊതിഞ്ഞ് അവരുടെ കുതിരകളെ കൊണ്ട് ചവിട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഏതായാലും ടൈഗ്രിസ് നദിയിലൂടെ ഒഴുകിപ്പോയത് വെറും പുസ്തകങ്ങളായിരുന്നില്ല, മറിച്ച് ഒരു ജനത നൂറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത സംസ്കാരത്തിന്റെ വേരുകളായിരുന്നു. ബഗ്ദാദ് കത്തിയെരിയുമ്പോൾ പുകപടലങ്ങൾക്കിടയിലൂടെ ആകാശത്തേക്ക് ഉയർന്നത് അബ്ബാസികളുടെ അഹങ്കാരമായിരുന്നില്ല, മറിച്ച് ചരിത്രം തിരുത്തി എഴുതിയ ഒരു സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ശ്വാസമായിരുന്നു. മക്കയെ പുണ്യനഗരമാക്കിയ അബ്ബാസി ഖലീഫമാർക്ക് തങ്ങളുടെ സ്വന്തം നഗരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് കാലത്തിന്റെ മറ്റൊരു ചാവിനീതിയായിട്ട് ആണ്. ഏതായാലും 1258 മംഗോളുകൾ വന്ന് അബ്ബാസികളുടെ എല്ലാ ലൈബ്രറികളും ഗ്രന്ഥങ്ങളും പൂർണ്ണമായിട്ടും നശിപ്പിച്ചതോടെ അബ്ബാസികൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കണ്ടെത്താനുള്ള ഭൗതികമായ തെളിവുകൾ എക്കാലത്തേക്കുമായിട്ട് ഇല്ലാതായി, അഥവാ നശിപ്പിക്കപ്പെട്ടു. അബ്ബാസി ഭരണത്തിന്റെ പതനത്തോടെ ഇസ്ലാമിക സുവർണ യുഗത്തിന് ആധികാരികമായി ഒരന്ത്യം കുറിക്കപ്പെട്ടു. അബ്ബാസികളുടെ അധികാര കാലഘട്ടം ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടമായിട്ടാണ് അറിയപ്പെടുന്നത്.
എന്നാൽ അവരുടെ വാഴ്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ചില എഡിറ്റിങ്ങുകൾ വരുത്തിയെന്ന്. അപ്രകാരം ഇസ്ലാമിന്റെ ആധികാരിക രേഖകളായ ഹദീസുകളിൽ ചില മാറ്റങ്ങൾ വരുത്തി അവരുടെ ഭരണ സൗകര്യത്തിനു വേണ്ടി ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയും ഒപ്പം പുണ്യ കേന്ദ്രവും പുനർനിർമ്മിക്കപ്പെട്ടു എന്നും വാദിക്കുന്ന ചില ചരിത്രകാരന്മാരും ചില പണ്ഡിതന്മാരും. അവരുടെ അഭിപ്രായത്തിൽ അബ്ബാസികൾ അധികാരം പിടിച്ചെടുത്തതോടെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭൂപടം മാറ്റിമറിക്കപ്പെട്ടു. അവരുടെ അഭിപ്രായങ്ങൾ ഇപ്രകാരമാണ്: അബ്ബാസികൾ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭൂപടം മാറ്റിമറിക്കപ്പെട്ടു എന്ന വിചിത്രവും എന്നാൽ കൗതുകകരവുമായ ഒരു സിദ്ധാന്തമാണ് ഡാൻ ഗിച്ചനെ പോലെയുള്ള ചരിത്രകാരന്മാർ മുന്നോട്ട് വെക്കുന്നു. ഈ വാദത്തിന്റെ ഉള്ളടക്കവും അവർ നിരത്തുന്ന തെളിവുകളും ഇനി പറയുന്ന തരത്തിൽ നമുക്ക് വിശദീകരിക്കാവുന്നത്. ഡാൻ ഗിച്ചന്റെ ഏർലി ഇസ്ലാമിക് വിലാസ് എന്ന പുസ്തകത്തിലെ പ്രധാന വാദം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും വളർന്നതും ഇസ്ലാമിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടന്നത് ഇന്നത്തെ സൗദി അറേബ്യയിലെ മക്കയിലല്ല, മറിച്ച് ജോർദാനിലെ ലബറ്റിയൻ നഗരമായ പെട്രയിലായിരുന്നു എന്നുള്ളതാണ്. അബ്ബാസികൾ തങ്ങളുടെ രാഷ്ട്രീയ മേധാവിത്വം ഉറപ്പിക്കാനായി ചരിത്ര രേഖകളിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് എന്നും 8-ാം നൂറ്റാണ്ടിന് ശേഷം പുണ്യ നഗരത്തെ പെട്രയിൽ നിന്നും മക്കയിലേക്ക് സ്ഥാനമാറ്റം നടത്തിയെന്നുമാണ് ഇവർ വാദിക്കുന്നത്. ഒരു കുറ്റാന്വേഷകന്റെ ജാഗ്രതയോടെ ഗിച്ചൻ ചില തെളിവുകൾ നമ്മുടെ മുമ്പാകെ നിരത്തുന്നു. ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ട പള്ളികളുടെ കിബിലകൾ, ഉദാഹരണത്തിന് ചൈനയിലെ ഗ്യാങ്ഷു പള്ളി, ഈജിപ്തിലെ മുസ്താത്ത് പള്ളി, ഇവയുടെ മിഹ്റാബുകൾ മക്കയിലേക്കല്ല മറിച്ച് കൃത്യമായി പെട്രയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് അദ്ദേഹം വാദിക്കും. ആധുനിക GPS സൗകര്യങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത് അദ്ദേഹം പറയുന്നത്. 8-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ്, അഥവാ 8-ാം നൂറ്റാണ്ടിന് ശേഷം നിർമ്മിച്ച പള്ളികൾ മാത്രമാണ് മക്കയിലേക്ക് തിരിഞ്ഞു തുടങ്ങിയത് എന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ട്. ഖുർആനിലും ഹദീസുകളിലും വിവരിക്കുന്ന മക്കയുടെ ഭൂമിശാസ്ത്രം, അതായത് പർവ്വതങ്ങൾക്കിടയിലെ താഴ്വര, അതുപോലെ തന്നെ കൃഷിഭൂമി, ഒലീവ് മരങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ എന്നിവയൊക്കെ തന്നെയും ഇന്നത്തെ മക്കയുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നും പകരം പെട്രയുടെ പരിസരവുമായിട്ട് അതിശയകരമായ വിധം സാമ്യം പുലർത്തുന്നുണ്ട് എന്നും ഇവർ വാദിക്കുന്നു. മക്ക ഒരു വരണ്ട പ്രദേശമാണെങ്കിൽ പെട്ര ഒരു കാലത്ത് കൃഷിക്ക് അനുയോജ്യമായ താഴ്വരയായി. മാത്രമല്ല, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് മക്ക എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം ഇത് തന്നെയാണ്. ഏതെങ്കിലും പുരാതന കാലത്ത് അവിടെ കൃഷി ചെയ്യുന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ആധുനിക കാലത്തെ ഓളൻസ് പരിശോധനയിലൂടെ ഒരു ഭൂപ്രദേശത്ത് പുരാതന കാലത്ത് എന്തെല്ലാം സസ്യങ്ങൾ വളർന്നിരുന്നു എന്നും അഥവാ സസ്യങ്ങൾ വളർന്നിട്ടുണ്ടായിരുന്നു എന്നും കൃഷി നടന്നിരുന്നു എന്നും ഒക്കെ ആധുനിക കാലത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ അത്തരം സാധ്യതകളൊന്നും തന്നെ ഓളൻസ് പരിശോധനയിലൂടെ മക്കയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഏതെങ്കിലും കാലഘട്ടത്തിൽ മക്കയിൽ കൃഷി നടന്നിരുന്നതായോ സസ്യങ്ങൾ സമൃദ്ധമായിട്ട് വളരുന്നതായോ ഫോറൻസിക് പരിശോധനയിലൂടെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. മാത്രവുമല്ല, പുരാതന ഭൂപടങ്ങളിൽ മക്ക ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി അടയാളപ്പെടുത്തിയിട്ടില്ല. പെട്രയായിരുന്നു അക്കാലത്ത് ഏറ്റവും വലിയ വാണിജ്യ നഗരമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടും. നിരവധി അതിപുരാതനങ്ങളായ മാപ്പുകളും മറ്റ് രേഖകളും നിരന്തരമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ്, ആയിരക്കണക്കിന് രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഡാൻ ഗിബ്സനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിദ്ധാന്തമനുസരിച്ച് ഉമയ്യദ് ഖലീഫമാരും അബ്ദുല്ലാഹിബിന് ഉബൈറും തമ്മിലുണ്ടായ ആഭ്യന്തര യുദ്ധത്തിനിടയിലാണ് മക്ക മാറ്റപ്പെട്ടത്. ഇബ്നു സുബൈറിന്റെ കാലത്ത് കഅബ തകർക്കപ്പെട്ടപ്പോൾ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് പെട്രയിൽ നിന്ന് ഇന്നത്തെ മക്കയിലേക്ക് സ്വർഗത്തിൽ നിന്ന് എത്തിയതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഹജറുൽ അസ്വദ് മാറ്റിയെന്നും
അവിടെ കഅബ പുനർനിർമ്മിച്ചുവെന്ന് ഇവർ സങ്കല്പിക്കുന്നു. പിന്നീട് വന്ന അബ്ബാസികൾ ഉമ്മയ്യദുകളുടെ സ്വാധീന മേഖലയായ സിറിയയോട് അടുത്തു കിടക്കുന്ന പെട്രയേക്കാൾ ദൂരെയുള്ള മക്കയെ പുണ്യനഗരമായിട്ട് അംഗീകരിക്കുകയും എല്ലാ പഴയ രേഖകളും മായ്ച്ചു കളയുകയോ തിരുത്തുകയോ ചെയ്തു എന്നുമാണ് എഡിറ്റിംഗ് വാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമല്ല, നിരവധിയായ വൈദേശിക ശക്തികളുടെ ശ്രദ്ധ ഏൽക്കാതിരിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു പ്രദേശത്ത് ആർക്കും പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റാത്ത ഒരിടത്തേക്ക് തങ്ങളുടെ സാമ്രാജ്യവും മതകേന്ദ്രവും അബ്ബാസികൾ മാറ്റി എന്നുമാണ് എഡിറ്റിംഗ് വാദം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങളെ ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും തള്ളിക്കളയുകയാണ് പതിവ്. അതിനുള്ള കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. പഴയ പള്ളികളുടെ കിബില, അതിന്റെ ദിശ അളക്കുന്നതിൽ ഗിബ്സന് തെറ്റുപറ്റിയിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നോക്കിയാൽ അവ മക്കയിലേക്ക് തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് പല ഗവേഷകന്മാരും തെളിയിച്ചിട്ടുണ്ട്. ഇസ്ലാമിന് മുമ്പുള്ള കവിതകളിലും പുരാതന രേഖകളിലും വരെ മക്കയെക്കുറിച്ചും അവിടുത്തെ തീർത്ഥാടനത്തെക്കുറിച്ചും പരാമർശിക്കുന്നു. മാത്രവുമല്ല, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഒരേപോലെ വിശ്വസിക്കുന്ന ഒരു കേന്ദ്രം പെട്ടെന്നൊരു ദിവസം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ് എന്ന് ഇവർ വാദിക്കുന്നു. ഇതിനെതിരെ ഒരു സമകാലിക ചരിത്രകാരന്മാരും ആ കാലത്ത് ശബ്ദമുയർത്തിയില്ല എന്നത് ഈ വാദത്തിന്റെ വിശ്വാസ്യത കുറക്കുന്നു എന്ന് ഇവർ പറയുന്നു.